യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞായറാഴ്ച ദിവസം ദൈവവചനം പ്രാർത്ഥനയോടെ കേൾക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഒരുങ്ങാം. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഓരോ ദിവസവും ദൈവത്തിൻ്റെ ജീവനും പ്രതീക്ഷയും നൽകുന്ന വചനങ്ങളെ പങ്കുവച്ച് തരുന്നത്. ജാഗ്രതയോടെ ഈ വചനത്തെ കേൾക്കാൻ നമ്മുടെ മനസ്സിനെ ഒരുക്കാം. പ്രാർത്ഥനയോടെ ഒരു അനുഗ്രഹത്തിനായി തയ്യാറാകാം. ഇന്ന് ഞായറാഴ്ച ദിവസം ലോകം മുഴുവൻ അർപ്പിക്കുന്ന എല്ലാ വിശുദ്ധ കുർബാനയുടെയും യോഗ്യതയിൽ ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവവചനം കേൾക്കുന്ന കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ദൈവവചനം കേൾക്കുന്ന വ്യക്തികളിൽ അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. ദൈവവചനം കേൾക്കുന്ന യുവതി യുവാക്കൾ അവരുടെ ജീവിതം കുറച്ചുകൂടി അനുഗ്രഹത്തിലേക്ക് ദൈവം കൈപിടിച്ചുയർത്തട്ടെ. ദൈവത്തിൽ ആശ്രയിച്ച് വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ പറയാൻ കഴിയത്തക്ക വിധം ഒരു സാക്ഷ്യം തന്നെ ഉണ്ടാകട്ടെ. ഏറ്റവും ആത്മാർത്ഥതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ ദിവസവും ദൈവവചനം കേൾക്കുമ്പോൾ കെട്ടുപോകാത്തൊരു വെളിച്ചം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ കുടുംബത്തിലും ഉണ്ടായി വരും. കെട്ടുപോകാത്ത ഒരു വെളിച്ചം. ലോകത്തിൻ്റേതായ പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ ഊതിക്കെടുത്തുന്നതാണ്. എന്നാൽ ദൈവവചനത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം, ആ വെളിച്ചം, അത് നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടെ മനോഹരമാക്കാൻ, കുടുംബത്തെ കുറെ കൂടി അനുഗ്രഹത്തിലെത്തിക്കാൻ കാരണമാകുന്ന വെളിച്ചമാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ വിജയിക്കുന്നത് മനുഷ്യൻ്റെ പദ്ധതികളായിരിക്കില്ല, ദൈവ പദ്ധതിയായിരിക്കും. മനുഷ്യൻ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരിക്കില്ല, ദൈവം തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരിക്കും. ഈ വചനത്തിലൂടെ നമ്മളത് മനസ്സിലാക്കാം. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 3 മുതലുള്ള വാക്യം ഞാൻ വായിക്കാം. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജ്ഞരും ഫരിസയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവേ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിട്ടുള്ളത്. നീ എന്തു പറയുന്നു? 8-ാമത്തെ വാക്യം. അവൻ വീണ്ടും കുനിഞ്ഞ് നിലത്തെഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീ മാത്രം ശേഷിച്ചു. നിയമജ്ഞരും ഫരിസയരും തീരുമാനിച്ചുറപ്പിച്ചത് ഈ സ്ത്രീയെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നാണ്. ആ ഒരു തീരുമാനത്തോടെയാണ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുക്ക് നിർത്തിയത്. പക്ഷെ അവരുടെ തീരുമാനിച്ചുറപ്പിച്ച കാര്യം അവിടെ നടന്നില്ല. ഒരു കല്ലുപോലും അവളുടെ ദേഹത്ത് വീണില്ല, ഒരു പരിക്കും പറ്റിയില്ല. ഇതിനകത്തൊരു വലിയ പാഠമുണ്ട്. നമ്മളെക്കാൾ ശക്തരായ ആളുകൾ, അറിവുള്ള ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ, അസൂയാലുക്കൾ, ശത്രു മനോഭാവത്തോടെ നമുക്കെതിരെ ചില കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളുണ്ട്, തകർക്കാൻ, ഇല്ലാതാക്കാൻ, നശിപ്പിക്കാൻ. പക്ഷെ ദൈവത്തിൽ ആശ്രയിച്ചാണോ, ദൈവ തിരുമുമ്പിലാണോ നമ്മൾ നിൽക്കുന്നത്? ശത്രു എത്ര ശക്തനും എത്ര വലിയവനും ആയാലും അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യം നമ്മുടെ ജീവിതത്തിൽ നടക്കില്ല. അവർ തീരുമാനിച്ചുറപ്പിച്ചത് ഈ വ്യക്തിയുടെ ജീവിതം ഇതോടെ തീരണം, അല്ലെങ്കിൽ ഇനി ഈ വ്യക്തി അങ്ങനെ വരരുത്. ദുഷ്ട ഉദ്ദേശമാണ്. ഉദ്ദേശങ്ങൾ ഓരോന്നും നല്ല ഉദ്ദേശത്തോടെയൊന്നുമല്ല. പക്ഷെ അവർ കല്ല് നിലത്തിട്ട് ഓരോരുത്തരായി മടങ്ങിപ്പോയിന്ന, കല്ല് നിലത്തിട്ട് ഓരോരുത്തരായി മടങ്ങി യേശുവും
ആ സ്ത്രീയും മാത്രം അവിടെ അവശേഷിച്ചു. അപ്പോൾ യേശു ചോദിക്കുന്നുണ്ട്, ആരും നിന്നെ വിധിച്ചില്ലേ? ആരും നിന്നെ കല്ലെറിഞ്ഞില്ലേ? അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യമൊന്നും നടന്നില്ലേ? എനിക്ക് ഇന്ന് ഞായറാഴ്ച ദിവസം ദൈവവചനം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട്, നമ്മൾ പല കാര്യങ്ങളും കേൾക്കും, പല കാര്യങ്ങളും അറിയും, പല കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കും, പലരുടെയും ഉള്ളിലിരിപ്പ് നമുക്ക് മനസ്സിലാകും. പക്ഷെ നമ്മൾ ആരുമാകട്ടെ, എത്ര പാപിയോ, എത്ര കുറവുള്ളവനോ, എത്ര ബലഹീനനോ, എത്ര നിസ്സഹായനോ, എത്രയെത്ര ജീവിതത്തിൽ പരാജയപ്പെട്ടവരോ ആകട്ടെ, ഇന്ന് നിൽക്കുന്നത് ദൈവസന്നിധിയിലാണോ? ഇന്ന് പോയി നിൽക്കുന്നത് ദൈവത്തിൻ്റെ മുമ്പിലാണോ? ദൈവം നിൻ്റെ ജീവിതത്തെ ഏറ്റെടുക്കും. ദൈവം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ കുടുംബത്തെ, നമ്മുടെ പ്രാർത്ഥനയെ ഏറ്റെടുക്കും. ദൈവം ഏറ്റെടുത്ത ഒരാളുടെ ജീവിതമാണെങ്കിൽ, ദൈവത്തിന് തന്നെ സമർപ്പിച്ചൊരു ജീവിതമാണെങ്കിൽ, ഉറപ്പാണ്, നിങ്ങളുടെ ഡയറിയിൽ എഴുതി വയ്ക്കണം, ദൈവത്തിൽ ആശ്രയിച്ച് ദൈവവചനം കേൾക്കുന്ന ഓരോരുത്തരും എഴുതണം, മനുഷ്യൻ, അത് നിയമജ്ഞരോ ഫരിസേയരോ എത്ര വലിയ ആളുകളോ, അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നത്. ദൈവം അനുഗ്രഹിച്ച കാര്യങ്ങളായിരിക്കും, ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ നടക്കുക. വലിച്ചു കീറാൻ പലരും തീരുമാനമെടുക്കും. വലിച്ചു കീറാൻ, ഒന്നും അല്ലാതാക്കാൻ, നശിച്ചു പോകാനുള്ള പല തീരുമാനങ്ങളും, പല കളികളും, ചരടുവലികളും ഒക്കെ നടക്കും. പക്ഷെ നമ്മൾ അവരോട് യുദ്ധം ചെയ്താൽ നമ്മൾ ചിലപ്പോൾ തോറ്റുപോകും. ഏതായാലും ദൈവസന്നിധിയിലൊന്ന് നിന്നാൽ, പ്രാർത്ഥനയോടെ നിന്നാൽ, അത് മതി ജീവിതമൊന്ന് രക്ഷപ്പെട്ട് കയറി വരാൻ. നമുക്കിന്ന് പ്രാർത്ഥിക്കുന്ന കാര്യം അതാണ്. നമ്മളിന്ന് സ്വീകരിക്കുന്ന കാര്യം ഇതാണ്. പലരുടെയും സ്വഭാവം, രീതി, അവരുടെ തീരുമാനം, അവരുടെ നിലപാട് എല്ലാം കണ്ടും കേട്ടുമൊക്കെ വിഷമിച്ചും പേടിച്ചുമായിരിക്കുന്നത്. അവരെന്നെ കൊല്ലുവോ, അവരെന്നെ ഉപദ്രവിക്കുവോ, അവരെൻ്റെ ജീവിതം തകർത്ത് കളയുവോ, എൻ്റെ കുടുംബജീവിതത്തിൽ അവർ കയറി വരുവോ, പലതരം പേടികൾ, ഭയം, ഉത്കണ്ഠ, എൻ്റെ പിള്ളേരെ അവരെന്തേലും ചെയ്യുവോ, ഉപദ്രവിക്കുമോ, അപകടത്തിൽ ചാടിക്കുവോ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്തു ഇത് പ്രാർത്ഥിക്കണം. അവരോടും പറയണം, ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ നിർത്തുക. ആനകുതിര കാര്യമൊന്നും ചെയ്യണ്ട, വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ദൈവത്തിൻ്റെ ഒരു സംരക്ഷണവും കരുതലൊക്കെ കിട്ടാൻ അതിന് കോടാനുകോടി രൂപ മുടക്കാൻ്റെ ആവശ്യമില്ല. ദൈവസന്നിധിയിൽ സത്യസന്ധമായൊന്ന് ദൈവസന്നിധിയിൽ നിന്നാൽ മതി. ശത്രുവിൻ്റെ പദ്ധതികളായിരിക്കില്ല നടക്കുക, ദൈവത്തിൻ്റെ പദ്ധതികളായിരിക്കും നിന്നിൽ നടക്കുക. ഒരു ദോഷവും, ഒരു തിന്മയും, ഒരനർത്ഥവും നിൻ്റെ മേൽ വരാൻ, നിൻ്റെ കുടുംബത്തിൻ്റെ മേൽ വരാൻ ദൈവം സമ്മതിക്കത്തില്ല. ഇന്ന് ഏറ്റവും പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ ഈ വചനത്തിലൂടെ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. കർത്താവേ, അങ്ങയുടെ വചനം ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, കുടുംബങ്ങളിൽ, ദേശങ്ങളിൽ, സമീപ ദേശങ്ങളിലൊക്കെയും ഇരുന്ന് പ്രാർത്ഥനയോടെ കേൾക്കുന്നവർ, ഒരു ശുശ്രൂഷ പോലെ ഏറ്റെടുത്ത് ദൈവനാമ മഹത്വത്തിന് ഈ വചനം അനേകർക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇത് കേൾക്കണമെന്ന് വാമൊഴിയായി പറയുന്നവർ, സകലരെയും ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുവാണ്. ഇന്നൊത്തിരി ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ആശീർവാദം നൽകുവാണ്. ദൈവത്തിൽ ആശ്രയിക്കുന്ന, ദൈവവചനം കേൾക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ മനുഷ്യൻ, അതെത്ര വലിയവനാണെങ്കിലും, അവർ തീരുമാനിച്ചുറപ്പിച്ച കാര്യമായിരിക്കില്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുക. ദൈവത്തിൻ്റെ പദ്ധതിയായിരിക്കും, ദൈവത്തിൻ്റെ അനുഗ്രഹമായിരിക്കും, ദൈവത്തിൻ്റെ സംരക്ഷണമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക. പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ലോകം മുഴുവൻ യോഗ്യതയോടെ എല്ലാ വിശുദ്ധ കുർബാനയുടെയും അനുഗ്രഹം നിങ്ങളുടെ മേൽ ഉണ്ടായിരിക്കട്ടെ.
ഒരിക്കലും കെട്ടുപോകാത്തൊരു വെളിച്ചമായി ഈ വചനം നിങ്ങളുടെ അകത്തും ജീവിതത്തിലും കുടുംബത്തിലും ഉണ്ടാകട്ടെ. ഈ വെളിച്ചം നിങ്ങളുടെ ജീവിതത്തെ കുറെ കൂടി മനോഹരമാകട്ടെ. നല്ല കാര്യങ്ങൾ തെളിഞ്ഞു കിട്ടാൻ ഈ വെളിച്ചം കാരണമാകട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം, എല്ലാത്തരം ചതികൾ, എല്ലാത്തരം വഞ്ചനകൾ, എല്ലാത്തരം ഏഷണികളിൽ നിന്നും അസൂയയിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ, ഞങ്ങളെ സൂക്ഷിക്കണമേ. ഈ വചനം കേൾക്കുന്നവർക്ക് നല്ല ഭവൻ കൊടുക്കണമേ. ഈ വചനം കേൾക്കുന്നവർക്ക് നല്ലൊരു ഭാവിയെ കൊടുക്കണമേ. ഈ വചനം കേൾക്കുന്നവരുടെ കുടുംബത്തിൽ സമാധാനം നിറയണമേ. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ നിന്ന് നിരാശയും ആത്മഹത്യാ പ്രവണതയും മാറിപ്പോകണമേ. ഈ വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് നന്നായി പഠിച്ച് നല്ല നിലയിൽ എത്താൻ ഭാഗ്യമുണ്ടാകണമേ. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. നല്ലൊരു ദിവസം, നല്ലൊരു ഞായറാഴ്ച നിങ്ങൾക്ക് ആശംസിക്കുന്നു. നല്ല ദിവസമായിരിക്കട്ടെ. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കണം. ഇതൊരു സുവിശേഷ വേലയായി തീരട്ടെ. നാളെ തിങ്കളാഴ്ച ഒരുമിച്ച് വചനം കേൾക്കുന്നത് വരെ സ്വർഗത്തിലെ വലിയവനായ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.